everyone, welcome back to our 31-day English fluency course. Today is day 7 and we are going to learn one of the most important topics in spoken English, that is WH questions. By the end of this class, you will be able to ask questions confidently in English and understand all major WH question words, make your own questions and answer questions in full sentences. And today we will cover what, where, when, why, who, and why, and also special how questions and practice exercises. So stay till the end and let's master WH questions together. So let's start. WH questions. WH questions are questions used to get specific information. അപ്പോൾ WH questions എന്നത് വിവരങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന ചോദ്യവാക്കുകളാണ്. വിവരങ്ങൾ അറിയാൻ ചോദിക്കുന്ന ചോദ്യവാക്കുകൾക്കാണ് WH question എന്ന് പറയുക. മോസ്റ്റ് ഓഫ് ദം ബിഗിൻ വിത്ത് വാട്ട്, വെയർ, വെൻ, വൈ, ഹു ആൻഡ് ഹൗ. For example, what is your name? Where do you live? When is your birthday? Why are you late? അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും വിവരങ്ങൾ അറിയാൻ വേണ്ടി. അപ്പം വിവരങ്ങൾ അറിയാൻ ചോദിക്കുന്ന ചോദ്യവാക്കുകൾക്കാണ് WH questions എന്ന് പറയുക. ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്. വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡിൻ്റെ മീനിങ് എന്ത്, എന്താണ്, ഏത് എന്നൊക്കെ അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. We used to ask about things, actions, ideas or information. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ചോ വിവരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വസ്തുക്കളെക്കുറിച്ചോ ആശയങ്ങളെക്കുറിച്ചോ ഒക്കെ അറിയുവാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി നമ്മൾ വാട്ട് ഉപയോഗിച്ചാണ് ചോദിക്കുക. അപ്പോൾ വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡിൻ്റെ മീനിങ് എന്ത്, എന്താണ്, ഏത്. The uses of what. First use. We use what to ask about an object or thing. വസ്തുക്കളെക്കുറിച്ച് ചോദിക്കാൻ നമ്മൾ വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇതെന്താണ്, വാട്ട് ഈസ് ദിസ്. അതെന്താണ്, വാട്ട് ഈസ് ദാറ്റ്. ബോക്സിൽ എന്താണുള്ളത്, വാട്ട് ഈസ് ഇൻ ദ ബോക്സ്. നിൻ്റെ പോക്കറ്റിൽ എന്താണുള്ളത്, വാട്ട് ഈസ് ഇൻ യുവർ പോക്കറ്റ്. മേശപ്പുറത്ത് എന്താണുള്ളത്, വാട്ട് ഈസ് ഓൺ ദ ടേബിൾ. അപ്പോൾ വസ്തുക്കളെക്കുറിച്ച് ചോദിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡാണ്. ദെൻ സെക്കൻഡ് വൺ, പേര് ചോദിക്കാൻ, ആസ്കിങ് അബൌട്ട് നെയിംസ്. പേരുകൾ ചോദിക്കാൻ നമ്മൾ വാട്ട് ആണ് യൂസ് ചെയ്യുക. നിൻ്റെ പേരെന്താണ്, വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം. നിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്, വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് നെയിം. അപ്പോൾ നോക്കൂ, ഫാദർ കഴിഞ്ഞൊരു അപ്പോസ്ട്രോഫി കഴിഞ്ഞിട്ടാണ് എസ്, അപ്പം ഇൻ്റെ എന്ന അർത്ഥമാണ്. അപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കണം. വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് നെയിം, വാട്ട് ഈസ് യുവർ മദേഴ്സ് നെയിം, വാട്ട് ഈസ് യുവർ ബ്രദേഴ്സ് നെയിം, like that. Next question, ഇത് ഏത് പുഷ്പമാണ്, ഇത് ഏത് പുഷ്പമാണ്. വാട്ട് ഈസ് ദിസ് ഫ്ലവർ, വാട്ട് ഈസ് ദിസ് ഫ്ലവർ, വാട്ട് ഈസ് ദിസ് ഫ്ലവർ. ഇത് അതായത് അതിൻ്റെ പേരെന്താണ് എന്നാണ് ചോദിക്കുക. വാട്ട് ഈസ് ദിസ് ഫ്ലവർ. നിൻ്റെ സ്കൂളിൻ്റെ പേരെന്താണ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ സ്കൂൾ, വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ സ്കൂൾ. അപ്പോൾ വസ്തുക്കളെക്കുറിച്ച് ചോദിക്കാനും പേര് ചോദിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് വാട്ട് എന്നുള്ളത്. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, ആസ്കിങ് അബൌട്ട് ഒക്യുപ്പേഷൻ ഓർ ജോബ്. അതായത് ജോലിയെക്കുറിച്ച് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് വാട്ട്. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു, വാട്ട് ഡു യു ഡു. നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യുന്ന ജോലി, വാട്ട് ഡു യു ഡു. നിൻ്റെ അച്ഛൻ എന്ത് ജോലി ചെയ്യുന്നു, പപ്പയ്ക്ക് എന്താണ് ജോലി. വാട്ട് ഈസ് യുവർ ഫാദർ, വാട്ട് ഈസ് യുവർ ഫാദർ. വാട്ട് ഈസ് യുവർ മദർ, അമ്മയ്ക്ക് എന്താണ് ജോലി. അവൾ എന്ത് ജോലി ചെയ്യുന്നു, വാട്ട് ഡസ് ഷീ ഡു, വാട്ട് ഡസ് ഷീ ഡു. നിൻ്റെ സ്വപ്ന ജോലി, നിൻ്റെ ഡ്രീം ജോബ് എന്താണ്, വാട്ട് ഈസ് യുവർ ഡ്രീം ജോബ്. ഇനി ഫോർത്ത് കാറ്റഗറി, ആസ്കിങ് അബൌട്ട് ടൈം. സമയം ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചോദ്യവാക്ക് വാട്ടാണ്. സമയം എത്രേ, വാട്ട് ടൈം ഈസ് ഇറ്റ്. ക്ലാസ് എത്ര മണിക്ക് തുടങ്ങും, വാട്ട് ടൈം ഡസ് ദ ക്ലാസ് സ്റ്റാർട്ട്. നീ എത്ര മണിക്ക് എഴുന്നേൽക്കും, വാട്ട് ടൈം ഡു യു വേക്ക് അപ്പ്. നീ എത്ര മണിക്ക് ഉറങ്ങാൻ പോകുന്നു, വാട്ട് ടൈം ഡു യു ഗോ ടു ബെഡ്. അപ്പോൾ
സമയം ചോദിക്കാനും നമ്മളെ സഹായിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് വാട്ട്. വെന്നും ഉപയോഗിക്കാറുണ്ട്, അത് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ജോലിയെക്കുറിച്ച് ചോദിക്കാൻ, സമയത്തെക്കുറിച്ച് ചോദിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്കാണ് വാട്ട്. ഫിഫ്ത്ത് വൺ, ആസ്കിങ് അബൌട്ട് ആക്ഷൻസ്. അതായത് പ്രവർത്തനങ്ങളെക്കുറിച്ച്, ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടി, ആ പ്രവൃത്തിയെക്കുറിച്ച് ചോദിക്കാൻ നമ്മൾ വാട്ടാണ് ഉപയോഗിക്കുക. ഇവിടെ എന്താണ് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ ഹിയർ? നീ എന്താണ് ചെയ്യുന്നത് അവിടെ, അല്ലേ? അല്ലെ നീ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ് ദർ? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? അവൾ എന്ത് ജോലി ചെയ്യുന്നു? വാട്ട് ഡസ് ഷീ ഡു? വാട്ട് ഡസ് ഷീ ഡു? അധ്യാപകൻ എന്താണ് പറഞ്ഞത്? ടീച്ചർ എന്താണ് പറഞ്ഞു? വാട്ട് ഡിഡ് ദ ടീച്ചർ സേ? വാട്ട് ഡിഡ് ദ ടീച്ചർ സേ? അപ്പോൾ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കാൻ ആ വാട്ട് ഉപയോഗിക്കുന്നു. ദെൻ ആസ്കിങ് അബൌട്ട് ചോയ്സ് ഓർ പ്രിഫറൻസ്. അത് ഏത്, നിനക്കേതാണ് ഇഷ്ടം, അല്ലെങ്കിൽ നിനക്കേതാണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കാൻ, ആ തിരഞ്ഞെടുപ്പ് ചോദിക്കാൻ നമ്മൾ വാട്ട് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നിനക്ക് ഏത് നിറമാണ് ഇഷ്ടം? വാട്ട് കളർ ഡു യു ലൈക്ക്? നിന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? വീട്ടിൽ നീ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്? വാട്ട് ലാംഗ്വേജ് ഡു യു സ്പീക്ക് അറ്റ് ഹോം? വാട്ട് ലാംഗ്വേജ് ഡു യു സ്പീക്ക് അറ്റ് ഹോം? നിനക്ക് ഏത് വിഷയമാണ് ബുദ്ധിമുട്ട്? വാട്ട് സബ്ജക്റ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ യു? വാട്ട് സബ്ജക്റ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ യു? ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചോദിക്കാനും നമ്മളെ സഹായിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് വാട്ട്. Now we move to the next one, that is the seventh uses of what. Asking about meaning. അർത്ഥം ചോദിക്കാൻ. അർത്ഥം ചോദിക്കാൻ അല്ലെങ്കിൽ മീനിങ് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്. ഫോർ എക്സാമ്പിൾ, ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഡസ് ദിസ് വേർഡ് മീൻ? വാട്ട് ഡസ് ദിസ് വേർഡ് മീൻ? വിജയത്തിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സക്സസ്? ഓണസ്റ്റി എന്നതിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഓണസ്റ്റി? ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഡസ് ദിസ് സെൻറ്റൻസ് മീൻ? നെക്സ്റ്റ് കാറ്റഗറി, ആസ്കിങ് അബൌട്ട് ഒപ്പീനിയൻസ്. അഭിപ്രായം ചോദിക്കാൻ. മറ്റൊരാളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കാൻ നമ്മൾ വാട്ട് ചേർത്താണ് ചോദിക്കുക. ഈ സിനിമയെക്കുറിച്ച് നിനക്ക് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ നിൻ്റെ അഭിപ്രായം എന്താണ്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് മൂവി? നിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? നിൻ്റെ അഭിപ്രായം എന്താണ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അല്ലെ ചോദിക്കാം, നിൻ്റെ പ്രശ്നം എന്താണ്, അല്ലെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് ചോദിക്കാം, അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ അവൻ്റെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ചോദിക്കാം. ദെൻ ഇനി ഇവിടെ പ്രശ്നം എന്താണ്, അത് അവരുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കും, വാട്ട് ഈസ് ദി പ്രോബ്ലം ഹിയർ? വാട്ട് ഈസ് ദി പ്രോബ്ലം ഹിയർ? അപ്പോൾ അർത്ഥം ചോദിക്കാനും അഭിപ്രായം ചോദിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് വാട്ട്. മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ്, വെയർ. വെയർ എന്ന ചോദ്യവാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ അർത്ഥം എവിടെ, എങ്ങോട്ട്, ഏത് സ്ഥലത്ത് എന്നുള്ള അർത്ഥം കിട്ടാനാണ്. എവിടെ, എങ്ങോട്ട്, ഏത് സ്ഥലത്ത്. വെയർ ഈസ് യൂസ്ഡ് ടു ആസ്ക് അബൌട്ട് എ പ്ലേസ്, ലൊക്കേഷൻ, പൊസിഷൻ ഓർ ഡെസ്റ്റിനേഷൻ. അപ്പോൾ എവിടെ, എങ്ങോട്ട്, ഏത് സ്ഥലത്ത് എന്നുള്ള അർത്ഥം കിട്ടാൻ ഉപയോഗിക്കുന്ന ചോദ്യവാക്കാണ് വെയർ. Now we discuss the uses of where. First one, asking about a place. ഒരു സ്ഥലത്തെക്കുറിച്ച് ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്കാണ് where. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സ്കൂൾ എവിടെയാണ്? Where is your school? Where is your school? നിങ്ങളുടെ അച്ഛൻ എവിടെയാണെന്ന് പറഞ്ഞാൽ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ. Where is your father? Where is your father? Then എൻ്റെ പുസ്തകങ്ങൾ എവിടെയാണ്? Where are my books? നിന്റെ പുസ്തകങ്ങൾ എവിടെയാണ്? Where are your books? ആശുപത്രി എവിടെയാണ്? Where is the hospital? Where is the hospital? അപ്പോൾ സ്ഥലത്തെക്കുറിച്ച് ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്കാണ് where. Then second one, asking about destination. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കാൻ നമുക്ക് where ഉപയോഗിച്ച് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, നീ എങ്ങോട്ടാണ് പോകുന്നത്? Where are you going? നീ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? Where are you going now? അവർ നാളെ എങ്ങോട്ടാണ് പോകുന്നത്? Where are they going tomorrow? Where are they going tomorrow? അവൾ എങ്ങോട്ടാണ് പോകുന്നത്? Where is she going? Where is she going? ബസ് എങ്ങോട്ടാണ് പോകുന്നത്? Where is the bus going? Where is the bus going? Third one,
ആസ്കിങ് അബൌട്ട് ഒറിജിൻ, എവിടെ നിന്നാണ് എന്ന് ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്കാണ് വെയർ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എവിടെ നിന്നാണ്, നിങ്ങൾ എവിടെ നിന്നാണ്. വെയർ ആർ യു ഫ്രം, വെയർ ആർ യു ഫ്രം. ഈ പഴങ്ങൾ എവിടെ നിന്നാണ്. വെയർ ആർ ദീസ് ഫ്രൂട്ട്സ് ഫ്രം, വെയർ ആർ ദീസ് ഫ്രൂട്ട്സ് ഫ്രം. അവൻ എവിടെ നിന്നാണ്. വെയർ ഈസ് ഹി ഫ്രം. ഈ ട്രെയിൻ എവിടെ നിന്നാണ് വരുന്നത്. വെയർ ഈസ് ദിസ് ട്രെയിൻ ഫ്രം, വെയർ ഈസ് ദിസ് ട്രെയിൻ ഫ്രം. അപ്പോൾ എവിടെ നിന്നാണ് എന്ന് ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്കാണ് വെയർ. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് ചോദ്യവാക്കായിട്ടുള്ള വെയറും അവസാന ഭാഗത്ത് ഫ്രമും ഉണ്ടാവും. ദെൻ ഫോർത്ത് വൺ, സ്ഥാനം ചോദിക്കാം. അത് ഒരു വസ്തു അല്ലെങ്കിൽ അത് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ അത് എവിടെയായിരിക്കുന്നു എന്ന് ചോദിക്കാൻ, അതിൻ്റെ സ്ഥാനം ചോദിക്കാൻ നമുക്ക് വെയർ ഉപയോഗിച്ച് ചോദിക്കാം. താക്കോൽ എവിടെയാണ്. വെയർ ഇസ് ദ കീ, വെയർ ഇസ് ദ കീ. നീ ഫോൺ എവിടെയാണ് വെച്ചത്. ഇപ്പോൾ മമ്മയൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. ഫോൺ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് അമ്മയ്ക്ക് കാണാൻ പറ്റാത്തപ്പോൾ ചോദിക്കും, നീ ഫോൺ എവിടെയാണ് വെച്ചത്. വൈ ഡിഡ് യു കീപ് ദ ഫോൺ, വൈ ഡിഡ് യു കീപ് ദ ഫോൺ. എൻ്റെ ബാഗ് എവിടെയാണ്. വൈ ഈസ് മൈ ബാഗ്, വൈ ഈസ് മൈ ബാഗ്. എനിക്കെവിടെ ഇരിക്കാമോ, അല്ലെങ്കിൽ എനിക്കെവിടെ ഇരിക്കാം. വെർ ക്യാൻ ഐ സിറ്റ്, വെർ ക്യാൻ ഐ സിറ്റ്. അപ്പോൾ എവിടെ നിന്നാണെന്ന് ചോദിക്കാൻ, സ്ഥാനമൊക്കെ ചോദിക്കാൻ നമ്മൾ വെയർ യൂസ് ചെയ്യും. ദെൻ ഫിഫ്ത്ത് വൺ, ആസ്കിങ് അബൌട്ട് ഇവൻറ്റ്സ് ഓർ ആക്ടിവിറ്റീസ്. ഇപ്പോൾ പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങൾ നമുക്കറിയില്ല, അപ്പോൾ മറ്റുള്ളവരോട് അത് ചോദിക്കണം, അത് എവിടെയാണ്. അപ്പോൾ നമ്മളതിന് സഹായിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് വെയർ. മീറ്റിംഗ് എവിടെയാണ്. വൈ ഇസ് ദ മീറ്റിംഗ്, വൈ ഇസ് ദ മീറ്റിംഗ്. ഈ മത്സരം നടക്കുന്ന എവിടെയാണ്. വൈ ഇസ് ദ മാച്ച് ഹാപ്പനിങ്, വൈ ഇസ് ദ മാച്ച് ഹാപ്പനിങ്. പാർട്ടി എവിടെയാണ്. വൈ ഇസ് ദ പാർട്ടി, വൈ ഇസ് ദ പാർട്ടി. വിവാഹം ഇപ്പോൾ ഏത് ഓഡിറ്റോറിയം ഒക്കെ ആവാം, അപ്പോൾ ഇത് എവിടെയാണ് നടക്കുന്നത്. വൈ ഇസ് ദ വെഡ്ഡിങ്, വൈ ഇസ് ദ വെഡ്ഡിങ്. അപ്പോൾ ഇവൻറ്റ്സ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ചോദിക്കാൻ നമ്മൾ വെയർ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് ഈസ് വെൻ. വെൻ. അപ്പോൾ വെൻ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ചോദ്യവാക്യത്തിൻ്റെ അർത്ഥം എപ്പോൾ അല്ലെങ്കിൽ എപ്പോഴാണ്. എപ്പോൾ അല്ലെങ്കിൽ എപ്പോഴാണ്. വെൻ. Discuss the uses of when. First one, asking about time. സമയം ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്കാണ് when. For example, നീ എപ്പോൾ വരും, നീ എപ്പോൾ വരും. When will you come, when will you come. ക്ലാസ് എപ്പോൾ തുടങ്ങും. When does the class start, when does the class start. മീറ്റിംഗ് എപ്പോഴാണ്. Where is the meeting, where is the meeting. അവൻ എപ്പോഴെത്തി, അവൻ എപ്പോഴെത്തി. When did he arrive, when did he arrive. അവർ എപ്പോഴെത്തും, അവർ എപ്പോൾ എത്തും. when will they arrive, when will they arrive. അപ്പോൾ ആ ഒരു സമയം എപ്പോൾ തുടങ്ങും, എപ്പോൾ വരും, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ when സഹായിക്കുന്നു. then asking about date or day. തീയതി അല്ലെങ്കിൽ ദിവസത്തെക്കുറിച്ച് ചോദിക്കാൻ നമ്മളെ when സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നിൻ്റെ ജന്മദിനം എപ്പോഴാണ്, നിൻ്റെ ജന്മദിനം എപ്പോഴാണ്. when is your birthday, when is your birthday. പരീക്ഷ എപ്പോഴാണ്. when is the exam, when is the exam. ക്രിസ്മസ് എപ്പോഴാണ്. when is Christmas. നിൻ്റെ അവധി എപ്പോഴാണ്. when is your holiday, when is your holiday. നിൻ്റെ പ്രോഗ്രാം എപ്പോഴാണ് തുടങ്ങുന്നത്. when is the function, when is the function. പരിപാടി എപ്പോഴാണ്. അപ്പോൾ സമയം ചോദിക്കാനും തീയതി അല്ലെങ്കിൽ ദിവസങ്ങളൊക്കെ ചോദിക്കാൻ നമ്മളെ when സഹായിക്കുന്നു. Then third one, asking about an event. ഒരു സംഭവം നടന്ന സമയത്തെക്കുറിച്ച് ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്കാണ് when. അപകടം എപ്പോൾ സംഭവിച്ചു. when did the accident happen, when did the accident happen. സ്കൂൾ എപ്പോൾ സ്ഥാപിക്കപ്പെട്ട, എപ്പോഴാണ് അത് സ്കൂൾ ആദ്യമായിട്ട് തുടങ്ങിയത്. when was the school founded, when was the school founded. അവർ എപ്പോൾ പോയി, അവരെപ്പോഴാണ് പോയത്. ആ ഒരു സംഭവം നടന്ന സംഭവത്തെക്കുറിച്ചാണ്. when did they leave. നീ അവനെ എപ്പോഴാണ് കണ്ടേ, നീ അവനെ എപ്പോൾ കണ്ടു. when did you meet him, when did you meet him. then fourth one, asking about future plans. ഇപ്പോൾ ഭാവി പദ്ധതികളെക്കുറിച്ചൊക്കെ ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്കാണ് when. നീ നിൻ്റെ കോഴ്സ് എപ്പോഴാണ് തുടങ്ങുന്നത്, എപ്പോഴാണ് നീ തുടങ്ങുന്നത്, ആരംഭിക്കുന്നത്. when will you start your course, when will you start your course. അവർ എപ്പോൾ വീട്ടിലേക്ക് മടങ്ങും.
When will they return home? When will they return home? കട എപ്പോഴാണ് തുറക്കുന്നത്? When will the shop open? When will the shop open? അതിഥികളൊക്കെ എപ്പോഴാണ് എത്തുന്നത്? When will the guest arrive? When will the guest arrive? അപ്പോൾ ഒരു സംഭവം നടന്ന സമയത്തെക്കുറിച്ച് ചോദിക്കാൻ, ഭാവി ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്കാണ് when. Now we move to the another important question word, that is why. Why എന്ന ചോദ്യവാക്കിൻ്റെ അർത്ഥം എന്തുകൊണ്ട്, എന്തിനാണ്, എന്ത് കാരണം, അതൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ്, ആ അർത്ഥത്തിൽ ചോദിക്കാനാണ് why ഉപയോഗിക്കുക. The uses of why. First one, asking about reason, കാരണം ചോദിക്കാൻ. ഫോർ എക്സാമ്പിൾ, നീ എന്തുകൊണ്ട് വൈകി? നീ എന്താ വൈകിയ കാരണം? Why are you late? അവൻ എന്തുകൊണ്ട് നേരത്തെ പോയി? Why did he leave early? അവൾ എന്തിനാ കരയണേ? അവൾ എന്തുകൊണ്ടാണ് കരയുന്നേ? Why is she crying? അവരെന്തുകൊണ്ട് ചിരിക്കണേ? Why are they laughing? ഇനി നീ എന്തിനാ ചിരിക്കണേ? Why are you laughing? ഇനി സെക്കൻഡ് കാറ്റഗറി, ആസ്കിങ് അബൌട്ട് പർപ്പസ്, ഒരു ഉദ്ദേശം ചോദിക്കാൻ. എൻ്റെ എന്ത് പർപ്പസാണ്? ഫോർ എക്സാമ്പിൾ, നീ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? Why are you studying English? ഈ മെഷീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? Why is this machine used? നീ എന്തിനാണ് ദിവസവും വ്യായാമം ചെയ്യണേ? Why do you exercise daily? നീ എന്തിനാണ് പുതിയ ഫോൺ വാങ്ങിയത്? Why did you buy a new phone? അപ്പോൾ കാരണം ചോദിക്കാൻ, ഉദ്ദേശമൊക്കെ ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്കാണ് why. Then third one, asking about decisions or choices. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തി അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തു, അതിൻ്റെ കാരണം എന്താണ് എന്നറിയാൻ ചോദിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്കാണ് why. ഫോർ എക്സാമ്പിൾ, നീ എന്തുകൊണ്ട് ഈ സ്കൂൾ തിരഞ്ഞെടുത്തു? എന്ത് കാരണം കൊണ്ടാണ് ഈ സ്കൂൾ തിരഞ്ഞെടുത്തത്? Why did you choose this school? അവൾ എന്തുകൊണ്ട് ഈ ഡ്രസ്സ് വാങ്ങി? Why did she buy this dress? നിനക്ക് എന്തുകൊണ്ട് ഫുട്ബോൾ ഇഷ്ടമാണ്? നിനക്ക് എന്തുകൊണ്ടാണ് ഫുട്ബോൾ ഇഷ്ടം? Why do you like football? അവൾ എന്തുകൊണ്ടാണ് ഡോക്ടറാകാൻ തീരുമാനിച്ചേ? Why did she choose to become a doctor? അപ്പോൾ തിരഞ്ഞെടുപ്പുകളുടെ കാരണം ചോദിക്കാൻ നമ്മളെ why സഹായിക്കുന്നു. Then fourth one, asking about problems or situation. പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ, ആ ഒരു അവസ്ഥയെക്കുറിച്ച് ചോദിക്കാൻ, എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാൻ നമ്മൾ why യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, വാതിൽ എന്തുകൊണ്ടാണ് അടച്ചിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് വാതിൽ അടച്ചേക്കുന്നത്? Why is the door closed? കുട്ടികൾ എന്താ കരയണത്? കുട്ടികൾ എന്തിനാ കരയണേ? Why are the children crying? ഫാൻ എന്താ പ്രവർത്തിക്കാത്തേ? Why is the fan not working? നീ എന്തുകൊണ്ടാണ് വരാഞ്ഞ് ഇന്ന് എന്താ വരാഞ്ഞ്? Why are you absent today? അപ്പോൾ തിരഞ്ഞെടുപ്പുകളുടെ കാരണം ചോദിക്കാൻ, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ ചോദിക്കാൻ why സഹായിക്കുന്നു. ഫിഫ്ത്ത് വൺ, ആസ്കിങ് ഫോർ എക്സ്പ്ലനേഷൻ, ഒരു വിശദീകരണം ചോദിക്കാൻ. എന്തുകൊണ്ട് ആണ് ഉപയോഗിക്കുക, എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണം അല്ലെങ്കിൽ വിശദീകരണം, എക്സ്പ്ലനേഷൻ, അത് ചോദിക്കുകയാണ്. ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? അതൊരു വിശദീകരണമാണല്ലേ. അപ്പോൾ എങ്ങനെ ചോദിക്കാം? Why do we use articles in English? നാം എന്തിനാണ് മറ്റുള്ളവരെ സഹായിക്കണം? എന്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കണം? Why should we help others? ഇത് വിശദീകരണമാണ് ചോദിക്കുക. Why should we help others? വെള്ളം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ? ചെറിയ ഇങ്ങനെ വിശദീകരണം ചോദിക്കുന്ന ചോദ്യങ്ങൾ. Why is water important? ഈ സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം വേണമെന്ന് പറയും. എന്തിനാണ് സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം? Why do plants need sunlight? അപ്പോൾ വിശദീകരണം ചോദിക്കാൻ നമ്മളെ why എന്ന ചോദ്യവാക്ക് സഹായിക്കും. Now we move to the another important question word, that is who. എന്ന ചോദ്യവാക്കിൻ്റെ അർത്ഥം ആര് അല്ലെങ്കിൽ ആരാണ് എന്നാണ്.
ആരാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, നൗ we are going to discuss the uses of who. First one, asking about a person. ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കാൻ, ഒരു വ്യക്തിയെക്കുറിച്ച് അത് ആരാണ് എന്ന് ചോദിക്കാൻ വേണ്ടി നമുക്ക് ഹു യൂസ് ചെയ്യാം. അവൻ ആരാണ്? ഹു ഈസ് ഹി? ഹു ഈസ് ഹി? അവരാരാണ്? ഹു ആർ ദേ? അവൾ ആരാണ്? ഹു ഈസ് ഷീ? അല്ലെ നിങ്ങളുടെ അധ്യാപകൻ ആരാണ്? ഹു ഈസ് യുവർ ടീച്ചർ? ഹു ഈസ് യുവർ ടീച്ചർ? നിങ്ങൾ ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഹു ഈസ് യുവർ ഇംഗ്ലീഷ് ടീച്ചർ? ഇനി സെക്കൻഡ് കാറ്റഗറി, ആസ്കിങ് അബൌട്ട് ദ ഡൂവർ ഓഫ് ആൻ ആക്ഷൻ. ഒരു പ്രവൃത്തി ചെയ്ത അത് ആരാണ്, ആ പ്രവൃത്തി ചെയ്തത് ആരാണെന്ന് ചോദിക്കാൻ ഹു യൂസ് ചെയ്യുന്നു. ജനൽ ആരാണ് പൊട്ടിച്ചത്? ഹു ബ്രോക്ക് ദ വിൻഡോ? ഹു ബ്രോക്ക് ദ വിൻഡോ? ഈ പുസ്തകം ആരാ എഴുതിയത്? ഹു റോട്ട് ദിസ് ബുക്ക്? ഹു റോട്ട് ദിസ് ബുക്ക്? അതായത് ആ പ്രവൃത്തി ചെയ്ത ആൾ, എഴുതിയ പ്രവൃത്തി. ദെൻ നിന്നെ ആരാ വിളിച്ചേ? നിന്നെ ആരാ വിളിച്ചേ? ഹു കോൾഡ് യു? ഹു കോൾഡ് യു? വാതിൽ ആരാ തുറന്ന്? വാതിൽ ആര് തുറന്നു? ഹു ഓപ്പൺ ദി ഡോർ? അപ്പോൾ വ്യക്തിയെക്കുറിച്ച് ചോദിക്കാൻ, ഒരു പ്രവൃത്തി ചെയ്തത് ആര് എന്ന് ചോദിക്കാനൊക്കെ ഹു യൂസ് ചെയ്യും. ദെൻ തേർഡ് വൺ, ആസ്കിങ് അബൌട്ട് ഓണർഷിപ്പ് ഓർ റിലേഷൻ. ഇപ്പോൾ ബന്ധം അല്ലെങ്കിൽ ഒരു ഉടമസ്ഥത ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്കാണ് ഹു. നിൻ്റെ ഏറ്റവും നല്ല സുഹൃത്താരാണ്? ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ഈ കാർ ആർക്കാണ്? അല്ലെങ്കിൽ ഇത് ആരുടെയാണ് ഈ കാർ? ഹു ഓൺസ് ദിസ് കാർ? ഹു ഓൺസ് ദിസ് കാർ? ഈ കമ്പ്യൂട്ടർ ആരാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ആ ഒരു ഉടമസ്ഥത ചോദിക്കുന്നത്. ഹു യൂസസ് ദിസ് കമ്പ്യൂട്ടർ? ഹു യൂസസ് ദിസ് കമ്പ്യൂട്ടർ? എൻ്റെ പേന ആരാ എടുത്തത്? ഹു ടുക്ക് മൈ പെൻ? ഹു ടുക്ക് മൈ പെൻ? ദെൻ ഫോർത്ത് വൺ, ആസ്കിങ് അബൌട്ട് പ്രൊഫഷൻ ഓർ റോൾ. ഒരാളുടെ ജോലി അല്ലെങ്കിൽ പദവിയെക്കുറിച്ച് ചോദിക്കാൻ നമ്മൾ സഹായിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹു. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ ആരാണ്? ഹു ഇസ് ദ പ്രിൻസിപ്പാൾ ഓഫ് യുവർ സ്കൂൾ? ഇവിടെ ഡോക്ടർ ആരാണ്? ഹു ഇസ് ദ ഡോക്ടർ ഹിയർ? ഹു ഇസ് ദ ഡോക്ടർ ഹിയർ? ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ഹു ഇസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ടീം? ഹു ഇസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ടീം? നിൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ ആരാണ്? ഹു ഇസ് യുവർ ഇംഗ്ലീഷ് ടീച്ചർ? അപ്പോൾ ബന്ധം അല്ലെങ്കിൽ ഉടമസ്ഥത അല്ലെങ്കിൽ ജോലി, പദവിയെക്കുറിച്ചൊക്കെ ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്കാണ് ഹു. നെക്സ്റ്റ് വൺ, ഹൗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് ഈസ് ഹൗ. അപ്പോൾ ഹൗ എന്ന ചോദ്യവാക്കിൻ്റെ അർത്ഥം എങ്ങനെ, എങ്ങനെയാണ്, എത്ര എന്നുള്ളൊക്കെ അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ എങ്ങനെ, എങ്ങനെയാണ്, എത്ര എന്നൊക്കെ അർത്ഥം കിട്ടാനാണ് നമ്മൾ ഹൗ എന്ന ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യുക. Now we discuss the first uses of how. Asking about method or manner. അതായത് ഒരു കാര്യം എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കാൻ, എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ നമ്മളെ ഹൗ സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നീ എങ്ങനെ സ്കൂളിൽ പോകും? നീ എങ്ങനെ, അതായത് ആ ഒരു മാനർ, ആ രീതി. ഹൗ ഡു യു ഗോ ടു സ്കൂൾ? ഹൗ ഡു യു ഗോ ടു സ്കൂൾ? നീ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിച്ചേ? How did you solve the problem? How did you solve the problem? എനിക്ക് എങ്ങനെ വേഗത്തിൽ ഇംഗ്ലീഷ് പഠിക്കാം? എനിക്ക് എങ്ങനെ പറ്റും? ആ ഒരു രീതി, അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഹൗ ക്യാൻ ഐ ലേൺ ഇംഗ്ലീഷ് ഫാസ്റ്റ്? ഹൗ ക്യാൻ ഐ ലേൺ ഇംഗ്ലീഷ് ഫാസ്റ്റ്? ഈ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ മെഷീൻ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഹൗ ഡസ് ദിസ് മെഷീൻ വർക്ക്? ഹൗ ഡസ് ദിസ് മെഷീൻ വർക്ക്? ഓക്കെ, നെക്സ്റ്റ് വൺ, ആസ്കിങ് അബൌട്ട് കണ്ടീഷൻ ഓർ ഹെൽത്ത്. ഒരാളുടെ അവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കാൻ ഹൗ യൂസ് ചെയ്യുന്നു. നിനക്ക് സുഖമാണോ? ഹൗ ആർ യു? ഹൗ ആർ യു? പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് ദി എക്സാം? ഹൗ വാസ് ദി എക്സാം? നിൻ്റെ അമ്മയ്ക്ക് സുഖമാണോ? ഇപ്പം സുഖമാണോ? എന്തെങ്കിലുമൊക്കെ വയ്യാഴികയൊക്കെ ആയിരുന്നിരിക്കാം, അപ്പം അത് മാറിയോ എന്നൊക്കെ അർത്ഥത്തിൽ ചോദിക്കുകയാണ്. ഹൗ ഈസ് യുവർ മദർ നൗ? ഹൗ ഈസ് യുവർ മദർ നൗ? ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഹൗ ഈസ് ദ വെദർ ടുഡേ? ഹൗ ഈസ് ദ വെദർ ടുഡേ? അപ്പോൾ ഒരു കാര്യം എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കാൻ, അവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കാൻ നമ്മളെ ഹൗ സഹായിക്കുന്നു. ദെൻ ഹൗ ചേർത്ത് ഇനി പറയുന്നത്, അപ്പോൾ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കുക. ഹൗവിൻ്റെ കൂട്ടത്തിൽ മച്ച്, അപ്പം എത്ര അളവ് അല്ലെങ്കിൽ എത്ര വില എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി ഹൗവിനൊപ്പം മച്ച് കൂടി ചേർത്ത് പറയുന്നു. ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര അളവ് അല്ലെങ്കിൽ എത്ര വില എന്നുള്ള അർത്ഥത്തിലാണ്. നിൻ്റെ കയ്യിൽ എത്ര പണമുണ്ട്? ഹൗ മച്ച് മണി ഡു യു ഹാവ്?
ഹൗ മച്ച് മണി ഡു യു ഹാവ്? ഈ ബാഗിൻ്റെ വില എത്രയാണ്? ഹൗ മച്ച് ഈസ് ദിസ് ബാഗ്? ഹൗ മച്ച് ഈസ് ദിസ് ബാഗ്? ഇനി വേണം നമുക്ക് നേരെ മാറ്റി ചോദിക്കാം. ഹൗ മച്ച് ഈസ് ദിസ് പെൻസിൽ? ഈ പെൻസിലിന് എത്രയാണ് വില? കാറിൽ എത്ര പെട്രോൾ ഉണ്ട്? ഹൗ മച്ച് പെട്രോൾ ഈസ് ഇൻ ദി കാർ? ഈ ഷർട്ടിൻ്റെ വില എത്രയാണ്? ഹൗ മച്ച് ഈസ് ദിസ് ഷർട്ട്? ഹൗ മച്ച് ഈസ് ദിസ് ഷർട്ട്? ഇനി അടുത്ത കാറ്റഗറി, ഹൗവിനൊപ്പം മെനി കൂടി, അതായത് എണ്ണമാണ് കൂടി ഉപയോഗിക്കുന്നത്. എത്ര എണ്ണം? ഹൗ മെനി. നിന്റെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്? അല്ലെ എത്ര എണ്ണം വിദ്യാർത്ഥികളുണ്ട്? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ക്ലാസ്, ഇൻ യുവർ ക്ലാസ്? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ യുവർ ക്ലാസ്? നീ എത്ര ആപ്പിളുകൾ വാങ്ങി? നീ എത്ര ആപ്പിൾ വാങ്ങി? എത്ര എണ്ണമാണ് വാങ്ങിയെന്നർത്ഥം. ഹൗ മെനി ആപ്പിൾസ് ഡിഡ് യു ബൈ? ഹൗ മെനി ആപ്പിൾസ് ഡിഡ് യു ബൈ? മീറ്റിങ്ങിൽ എത്ര പേര് പങ്കെടുത്തു? എത്ര എണ്ണം പങ്കെടുത്തു? എത്ര പേര് ആളുകൾ പങ്കെടുത്തു? ഹൗ മെനി പീപ്പിൾ അറ്റൻഡഡ് ദ മീറ്റിംഗ്? ഹൗ മെനി പീപ്പിൾ അറ്റൻഡഡ് മീറ്റിംഗ്? ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട്? ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ഇൻ എ വീക്ക്? അല്ലെങ്കിൽ ഒരു വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട്? ഹൗ മെനി മന്ത്സ് ആർ ദെയർ ഇൻ ആൻ ഇയർ? അപ്പോൾ എത്ര അളവാണ്, അല്ലെങ്കിൽ എത്ര വില, അല്ലെങ്കിൽ എത്ര എണ്ണം ഒക്കെ ചോദിക്കാൻ ഹൗവിനൊപ്പം മച്ച് കൂടി ചേർക്കുന്നു. അതുപോലെ ഹൗവിനൊപ്പം മെനി കൂടി ചേർക്കുന്നു. ആസ്കിങ് അബൌട്ട് ഏജ്. ഇപ്പോൾ ഒരാളുടെ വയസ്സൊക്കെ ചോദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ആളുടെ ആയിക്കോട്ടെ, ഒരു വസ്തുവിൻ്റെ ആയിക്കോട്ടെ, അതിൻ്റെ പ്രായം പഴക്കം ചോദിക്കാൻ വേണ്ടി ഹൗവിനൊപ്പം ഓൾഡ് കൂടി ചേർത്ത് ചോദിക്കുന്നു. ഹൗ ഓൾഡ്? നിനക്ക് എത്ര വയസ്സുണ്ട്? ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? നിന്റെ സഹോദരൻ എത്ര വയസ്സുണ്ട്? ഹൗ ഓൾഡ് ഈസ് യുവർ ബ്രദർ? ഹൗ ഓൾഡ് ഈസ് യുവർ ബ്രദർ? ഈ മരത്തിന് എത്ര വയസ്സുണ്ട്? എന്നാൽ വലിയ മുത്തശ്ശി മാവും അല്ലെ അങ്ങനെയൊക്കെയുള്ള നമുക്കറിയാം. അപ്പോൾ ഈ മരത്തിന് എത്ര വയസ്സുണ്ട്, പഴക്കമുണ്ട്, അതാണ് ചോദിക്കുന്നത്. ഹൗ ഓൾഡ് ഈസ് ദിസ് ട്രീ? ഹൗ ഓൾഡ് ഈസ് ദിസ് ട്രീ? നിന്റെ മൊബൈൽ ഫോണിന് എത്ര പഴക്കമുണ്ട്? ഹൗ ഓൾഡ് ഈസ് യുവർ മൊബൈൽ ഫോൺ? ഹൗ ഓൾഡ് ഈസ് യുവർ മൊബൈൽ ഫോൺ? ഇനി ദൂരം ചോദിക്കാൻ വേണ്ടി, ആ ഡിസ്റ്റൻസ് അത് ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്കാണ് ഹൗവിനൊപ്പം ഫാർ കൂടി ചേർത്ത് ചോദിക്കുക. ഹൗ ഫാർ? ഇപ്പം നിൻ്റെ സ്കൂൾ എത്ര ദൂരെയാണ്? ഹൗ ഫാർ ഈസ് യുവർ സ്കൂൾ? ഹൗ ഫാർ ഈസ് യുവർ സ്കൂൾ? ഇനി ഒരിടത്ത് നിന്ന് ഒരിടത്തേക്കുള്ള ദൂരം, ഇപ്പം ചെന്നൈ കൊച്ചിയിൽ നിന്ന് എത്ര ദൂരെയാണ്? ചെന്നൈ എന്ന് പറയുന്ന സ്ഥലം കൊച്ചിയിൽ നിന്ന് എത്ര ദൂരെയാണ്? എങ്ങനെ ചോദിക്കുക ഇംഗ്ലീഷിൽ? ഹൗ ഫാർ ഈസ് ചെന്നൈ ഫ്രം കൊച്ചി? ഹൗ ഫാർ ഈസ് ചെന്നൈ ഫ്രം കൊച്ചി? ഇനി കളിസ്ഥലം, ആ പ്ലേ ഗ്രൗണ്ട് എത്ര ദൂരത്തിലാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഹൗ ഫാർ ഈസ് ദ പ്ലേ ഗ്രൗണ്ട്? ഹൗ ഫാർ ഈസ് ദ പ്ലേ ഗ്രൗണ്ട്? ഇനി പക്ഷികൾക്ക് എത്ര ദൂരം പറക്കാൻ സാധിക്കും? ഹൗ ഫാർ ക്യാൻ ബേർഡ്സ് ഫ്ലൈ? ഹൗ ഫാർ ക്യാൻ ബേർഡ്സ് ഫ്ലൈ? അപ്പോൾ വയസ്സൊക്കെ ചോദിക്കാൻ നമ്മൾ ഹൗവിനൊപ്പം ഓൾഡ് കൂടി ചേർത്ത് ചോദിക്കുക. ദൂരമൊക്കെയാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്, ഡിസ്റ്റൻസ് ചോദിക്കുന്നതെങ്കിൽ ഹൗവിനൊപ്പം ഫാർ കൂടി ഹൗ ഫാർ എന്ന് ചോദിക്കുക. 6th വൺ, ഇപ്പോൾ സമയദൈർഘ്യമൊക്കെ ചോദിക്കാൻ വേണ്ടി, ടൈം ഡ്യൂറേഷനൊക്കെ ചോദിക്കാൻ നമുക്ക് ഹൗവിനൊപ്പം ലോങ് കൂടി ചേർത്ത് പറയും. ഹൗ ലോങ്? നീ ഇവിടെ എത്ര നേരം താമസിക്കും? ഹൗ ലോങ് വിൽ യു സ്റ്റേ ഹിയർ? ഹൗ ലോങ് വിൽ യു സ്റ്റേ ഹിയർ? ഈ സിനിമ എത്ര നേരം നീളും? സിനിമ എത്ര നേരം, എത്ര സമയത്തേക്ക്? ഹൗ ലോങ് ഡസ് ദ മൂവി ലാസ്റ്റ്? ഹൗ ലോങ് ഡസ് ദ മൂവി ലാസ്റ്റ്? നിൻ്റെ അവധി എത്ര ദിവസമാണ്? നമ്മൾ വിദേശത്തു നിന്നൊക്കെ വന്നവരോടൊക്കെ ചോദിക്കുന്നതാണ് അല്ലേ. ഹൗ ലോങ് ഈസ് യുവർ വെക്കേഷൻ? ഹൗ ലോങ് ഈസ് യുവർ വെക്കേഷൻ? ഈ കയറിന് എത്ര നീളമുണ്ട്? എങ്ങനെ ചോദിക്കാം നമുക്ക് ഇംഗ്ലീഷിൽ? ഹൗ ലോങ് ഈസ് ദിസ് റോപ്പ്? ഹൗ ലോങ് ഈസ് ദ റോപ്പ്? അപ്പോൾ സമയദൈർഘ്യം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദൈർഘ്യം, നീളം ചോദിക്കാൻ ഹൗ ലോങ് കൂട്ടി ചോദിച്ചാൽ മതി. ഇനി എത്ര പ്രാവശ്യം, ആസ്കിങ് അബൌട്ട് ഫ്രീക്വൻസി, എത്ര പ്രാവശ്യം എന്ന് ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ. അതിനൊപ്പം ഓഫൺ കൂടി ചേർത്ത് ചോദിക്കുക. ഹൗ ഓഫൺ? ഹൗ ഓഫൺ? നീ എത്ര പ്രാവശ്യം വ്യായാമം ചെയ്യുന്നു? ഹൗ ഓഫൺ ഡു യു എക്സസൈസ്? ഹൗ ഓഫൺ ഡു യു എക്സസൈസ്? ഇവിടെ എത്ര തവണ മഴ പെയ്യുന്നു? സാധാരണ ഒരു ദിവസത്തിൽ ഒരുപാട് തവണ, അല്ലെങ്കിൽ മാസത്തിൽ, ആഴ്ചയിലൊക്കെ എത്ര തവണ മഴ പെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ കിട്ടാൻ വേണ്ടി ഹൗ ഓഫൺ ഡസ് ഇറ്റ് റെയിൻ ഹിയർ? ഹൗ ഓഫൺ ഡസ് ഇറ്റ് റെയിൻ ഹിയർ? നീ എത്ര തവണ സിനിമ കാണുന്നു? ഇപ്പോൾ ഒരു ദിവസം നീ എത്ര തവണ, അല്ലെങ്കിൽ ഒരു മൂവി തന്നെ എത്ര പ്രാവശ്യം കാണുന്നു എന്നുള്ള അർത്ഥത്തിൽ ഹൗ ഓഫൺ ഡു യു വാച്ച് മൂവീസ്? ഹൗ ഓഫൺ ഡു യു വാച്ച് മൂവീസ്? നീ എത്ര തവണ സുഹൃത്തുക്കളെ വിളിക്കുന്നു?
ഹൗ ഓഫൺ ഡു യു കോൾ യുവർ ഫ്രണ്ട്സ്? ഹൗ ഓഫൺ ഡു യു കോൾ യുവർ ഫ്രണ്ട്സ്? അപ്പോൾ സമയദൈർഘ്യം, അതായത് അല്ലെങ്കിൽ ഒരു നീളം, എത്ര നീളം എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ഹൗ ലോങ് ഉപയോഗിക്കുന്നു. ദെൻ എത്ര പ്രാവശ്യം ഒരു പ്രവൃത്തി ചെയ്യുന്നു, ചെയ്തു, കാണുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഹൗ ഓഫൺ ചേർത്ത് ചോദിക്കുന്നു. ദെൻ ദ ലാസ്റ്റ് യൂസസ് ഓഫ് ഹൗ, ആസ്കിങ് അബൌട്ട് സ്പീഡ്, വേഗത ചോദിക്കാൻ വേണ്ടി. അപ്പോൾ വേഗത ചോദിക്കാൻ വേണ്ടി നമ്മൾ ഹൗവിനൊപ്പം ഫാസ്റ്റ് കൂടി ചേർത്ത്. ഹൗ ഫാസ്റ്റ്, ഹൗ ഫാസ്റ്റ്. പക്ഷികൾക്ക് എത്ര വേഗത്തിൽ പറക്കാൻ കഴിയും? ഹൗ ഫാസ്റ്റ് ക്യാൻ ബേർഡ്സ് ഫ്ലൈ? ഹൗ ഫാസ്റ്റ് ക്യാൻ ബേർഡ്സ് ഫ്ലൈ? ഇവിടെ ഇൻ്റർനെറ്റ് എത്ര വേഗത്തിലാണ്? ഹൗ ഫാസ്റ്റ് ഇസ് ദ ഇൻ്റർനെറ്റ് ഹിയർ? ഹൗ ഫാസ്റ്റ് ഇസ് ദ ഇൻ്റർനെറ്റ് ഹിയർ? അവൻ എത്ര വേഗത്തിൽ ജോലി പൂർത്തിയാക്കി? ഹൗ ഫാസ്റ്റ് ഡിഡ് ഹി ഫിനിഷ് ദ വർക്ക്? ഹൗ ഫാസ്റ്റ് ഡിഡ് ഹി ഫിനിഷ് ദ വർക്ക്? നിനക്ക് എത്ര വേഗത്തിൽ ഓടാൻ കഴിയും? ഹൗ ഫാസ്റ്റ് ക്യാൻ യു റൺ? ഈ ട്രെയിൻ എത്ര വേഗത്തിലാണ്? ഹൗ ഫാസ്റ്റ് ഇസ് ദിസ് ട്രെയിൻ? നിനക്ക് എത്ര വേഗത്തിൽ ടൈപ്പ് ചെയ്യാം? ഹൗ ഫാസ്റ്റ് ക്യാൻ യു ടൈപ്പ്? ഹൗ ഫാസ്റ്റ് ക്യാൻ യു ടൈപ്പ്? അപ്പോൾ വേഗത ചോദിക്കാൻ വേണ്ടി ഹൗവിനൊപ്പം ഫാസ്റ്റ് കൂടി ചേർത്ത് ഉപയോഗിക്കുക. മൂവ് ടു ദി പ്രാക്ടീസ് എക്സസൈസ്. Please use the correct WH word. What, where, when, why, who and how. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. നിങ്ങൾ just try to fill in the blanks. Please use the correct WH word. First question, dash is your name. Dash is your name. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേർഡ് WH ക്വസ്റ്റ്യൻസിൽ വാട്ട്, വെയർ, വെൻ, വൈ, ഹൂ, ഹൗ ഇതിൽ ഏതാണ് ഇവിടെ ആപ്റ്റായിട്ട് വരുന്നതെന്ന് നിങ്ങൾ ഉത്തരം എഴുതുക. സെക്കൻഡ് വൺ, ഡാഷ് ഡു യു ലീവ്? ഡാഷ് ഡു യു ലീവ്? തേർഡ് വൺ, ഡാഷ് ഈസ് യുവർ ബർത്ത്ഡേ? ഫോർത്ത് വൺ, ഡാഷ് ആർ യു ലേറ്റ്? ഫിഫ്ത്ത് വൺ, dash is your best friend? Sixth one, dash do you go to school? Seventh one, dash is your favorite color? Eighth one, does the train arrive? Ninth one, dash are you crying? Tenth one, dash teaches you English? അപ്പോൾ ഏതാണ് ഇവിടെ ആപ്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡെന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ നിങ്ങൾ ആൻസറുകൾ ചെയ്തു എന്ന് കരുതുന്നു. നമുക്ക് അതിൻ്റെ ഉത്തരങ്ങളൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യുവർ നെയിം. അപ്പോൾ നമുക്ക് നിൻ്റെ പേരെന്താണ്? അപ്പോൾ എന്താണ് എന്ന് ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് ഈസ് യുവർ നെയിം. സെക്കൻഡ് വൺ, നീ എവിടെ താമസിക്കുന്നു? അപ്പോൾ അത് എവിടെ എന്നുള്ള അർത്ഥം കിട്ടാൻ വെയർ ആണ് യൂസ് ചെയ്യേണ്ടത്. വെയർ ഡു യു ലീവ്? എന്നാണ് നിൻ്റെ ബർത്ത്ഡേ? എപ്പോഴാണ് നിൻ്റെ ബർത്ത്ഡേ? അപ്പോൾ എപ്പോൾ എന്നുള്ള അർത്ഥം കിട്ടാൻ നമ്മൾ വെൻ ആണ് യൂസ് ചെയ്യേണ്ടത്. വെൻ ഈസ് യുവർ ബർത്ത്ഡേ? ഇനി നീ എന്താ താമസിച്ചത്? അപ്പോൾ ഒരു കാരണം ചോദിക്കും. അപ്പോൾ കാരണം ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്, എന്തിനാണ്, എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മളെ സഹായിക്കുന്നത് വൈ ആണ്. വൈ ആർ യു ലേറ്റ്? ദെൻ ഇനി ഫിഫ്ത്ത് വൺ, ആരാണ് നിൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്? അപ്പോൾ ആര് എന്നുള്ള അർത്ഥം കിട്ടാൻ, ആരാണ് എന്നുള്ള അർത്ഥം കിട്ടാൻ ഹൂ ആണ് യൂസ് ചെയ്യുന്നത്. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ഇനി ഡു യു ഗോ ടു സ്കൂൾ? ഡാഷ് ഡു യു ഗോ, അതായത് നീ എങ്ങനെ സ്കൂളിൽ പോകുന്നു, ആ മാനറാണ് ചോദിക്കുന്നത്, രീതി. അപ്പോൾ അത് സഹായിക്കുന്നത്, നമ്മളെ അതിന് സഹായിക്കുന്നത് ഹൗ ആണ്, എങ്ങനെ. ഹൗ ഡു യു ഗോ ടു സ്കൂൾ? ദെൻ ഡാഷ് ഈസ് യുവർ ഫേവറേറ്റ് കളർ? അതായത് നിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? അപ്പോൾ അവിടെ ചോയ്സ് ആണ് ചോദിക്കുക, നിൻ്റെ പ്രിഫറൻസ് ആണ്. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്നത് വാട്ട്. ദെൻ എയ്ത്ത് വൺ, ഡാഷ് ഡസ് ദ ട്രെയിൻ അറൈവ്? ഡാഷ് ഡസ് ദ ട്രെയിൻ അറൈവ്? അപ്പോൾ ട്രെയിൻ എത്തിച്ചേർന്നോ, എപ്പോൾ എത്തിച്ചേരും എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴാണ് ട്രെയിൻ എത്തിച്ചേരുക? അപ്പോൾ എപ്പോൾ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്കാണ് വെൻ എന്നുള്ളത്. വെൻ ഡസ് ദ ട്രെയിൻ അറൈവ്? ഇനി ഡാഷ് ആർ യു ക്രൈങ്? നീ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീ എന്തിന് കരയുന്നു? അപ്പോൾ എന്തിനെന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്ക് വൈ. വൈ ആർ യു ക്രൈങ്? വൈ ആർ യു ക്രൈങ്?
ദെൻ ഡാഷ് ടീച്ചേഴ്സ് യു ഇംഗ്ലീഷ്. ആരാണ് നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്, അതാണ് ചോദ്യം. അപ്പോൾ ആരാണ്, ആ വ്യക്തിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആരാണെന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ഹു ഉപയോഗിക്കുന്നു. ഹു ടീച്ചേഴ്സ് യു ഇംഗ്ലീഷ്. ദെൻ സെക്കൻഡ് പ്രാക്ടീസ് എക്സസൈസ് ഈസ് ഹൗ ചേർത്ത് വരുന്ന. ഹൗവിനൊപ്പം മെനി, മച്ച്, ഫാർ, ഓൾഡ്, ഓഫൺ, ഫാർ അല്ലെങ്കിൽ ഫാസ്റ്റ്, ലോങ്. അതായത് ഹൗവിനൊപ്പം ഏത് വന്നാൽ ഉത്തരം കറക്റ്റ് ആവും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. യു ക്യാൻ ഓപ്റ്റ് യുവർ ആൻസർ ഫ്രം ദി ബ്രാക്കറ്റ് ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡാഷ് സ്റ്റുഡൻസ് ആർ ഇൻ യുവർ ക്ലാസ്. മെനി ആണോ മച്ച് ആണോ, എത്ര എണ്ണം എന്ന് കാണിക്കാൻ ഏതാണ് ഉപയോഗിക്കുക. ഹൗ ഡാഷ് ഈസ് യുവർ സ്കൂൾ ഫ്രം യുവർ ഹോം. നിൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട്. അപ്പം എത്ര ദൂരം, ആ ദൂരം കാണിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആപ്റ്റായിട്ടുള്ള വേർഡ് ഏതാണ്. ഫാർ ആണോ ഓൾഡ് ആണോ. ദെൻ ഹൗ ഡാഷ് ആർ യു. ഓൾഡ് ആണോ മെനി ആണോ, പ്രായത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ. ദെൻ ഹൗ ഡാഷ് ഡു യു പ്രാക്ടീസ് ഇംഗ്ലീഷ്. അതായത് എത്ര നേരം അല്ലെ എത്ര തവണ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മളെ, അല്ലെങ്കിൽ എത്രത്തോളം, അതിന് നമ്മളെ സഹായിക്കുന്ന ചോദ്യവാക്കാണ് ഓഫൺ ആണോ ഫാർ ആണോ ഏതാണെന്ന് എഴുതുക. ദെൻ ഹൗ ഡാഷ് ടൈം ഡു യു നീഡ്. അതായത് നിനക്ക് എത്ര സമയം വേണം എന്ന് കിട്ടാൻ വേണ്ടി ഹൗവിനൊപ്പം ഏതാണ് യൂസ് ചെയ്യേണ്ടത്, മച്ചാണോ മിനിയാണോ. ദെൻ ലാസ്റ്റ് വൺ, ഹൗ ഡാഷ് ക്യാൻ യു റൺ. അതായത് നിനക്ക് എത്ര വേഗത്തിൽ ഓടാൻ കഴിയും, അത് ഫാസ്റ്റ് ആണോ ലോങ് ആണോ എന്ന് നോക്കുക. ഇതിലേതാണ് ഉത്തരമെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾ ഉത്തരം എഴുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം ഇതിൻ്റെ ഉത്തരങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡാഷ് സ്റ്റുഡൻസ് ആർ ഇൻ യുവർ ക്ലാസ്. നിൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്നാണ്. അപ്പോൾ എത്ര എണ്ണം കാണിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഹൗവിനൊപ്പം മെനി കൂടി ചേർത്ത് പറയുമ്പോഴാണ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ യുവർ ക്ലാസ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡാഷ് ഈസ് യുവർ സ്കൂൾ ഫ്രം യുവർ ഹോം. അതായത് ദൂരമാണ്. അപ്പോൾ ദൂരം കാണിക്കാൻ നമുക്ക് സഹായിക്കുന്നത് ഹൗവിനൊപ്പം ഫാർ കൂടി ചേർത്ത് പറയുമ്പോഴാണ്. ഹൗ ഫാർ ഈസ് യുവർ സ്കൂൾ ഫ്രം യുവർ ഹോം. ദെൻ തേർഡ് വൺ, ഹൗ ഡാഷ് ആർ യു. അതായത് പ്രായമാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രായം ചോദിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഹൗവിനൊപ്പം ഓൾഡ് കൂടി ചേർത്ത് പറയും. ഹൗ ഓൾഡ് ആർ യു. ദെൻ ഫോർത്ത് വൺ, ഹൗ ഡാഷ് ഡു യു പ്രാക്ടീസ് ഇംഗ്ലീഷ്. അപ്പോൾ എത്രത്തോളം, എത്ര തവണ എന്നുള്ള അർത്ഥത്തിൽ നമ്മളെ അങ്ങനെ എപ്പോഴൊക്കെ നമ്മളെ സഹായിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഹൗവിനൊപ്പം ഓഫൺ കൂടി ചേർത്ത് പറയുമ്പോഴാണ്. ഹൗ ഓഫൺ ഡു യു പ്രാക്ടീസ് ഇംഗ്ലീഷ്. എത്ര തവണ നീ പഠിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. ദെൻ ഹൗ ഡാഷ് ടൈം ഡു യു നീഡ്. എത്ര സമയം നിനക്ക് വേണം എന്നുള്ള അർത്ഥമാണ്. അപ്പം നമ്മളതിനെ സഹായിക്കുന്നത് മച്ചാണ്. ഹൗവിനൊപ്പം മച്ച് കൂടി ചേരുമ്പോഴാണ്. ഹൗ മച്ച് ടൈം ഡു യു നീഡ്. ദെൻ ദ ലാസ്റ്റ് വൺ, ഹൗ ഡാഷ് ക്യാൻ യു റൺ. അതായത് നിനക്ക് എത്ര വേഗത്തിൽ ഓടാൻ. അപ്പം വേഗത്തിൽ, എത്ര വേഗത്തിൽ നമ്മളെ സഹായിക്കുന്നത് ഹൗവിനൊപ്പം ഫാസ്റ്റ് കൂടി ചെയ്യുമ്പോഴാണ്. ഹൗ ഫാസ്റ്റ് ക്യാൻ യു റൺ. Excellent performance, dear friends. Today you learned what, where, when, why, who, how, and special how questions and its structures, examples, worksheet practices. Now your homework is simple. Write and answer one questions for each WH word. Practice these questions every day and your spoken English will improve quickly. അപ്പോൾ ഇത് പ്രാക്ടീസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് തനിച്ചുണ്ടാക്കാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവും. If you found this video useful, like this video, comment your answers below, then share with your friends, subscribe to the channel for the day 8 of our 31-day English fluency course. Thank you for watching. See you in the next class. Keep practicing and keep speaking English every day.